താമരവെള്ളച്ചാൽ 15-ാം വാർഡിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് താമരവെള്ളച്ചാലിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വാർഡ് മെമ്പർ വിനോദ് തേനംപറമ്പിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ അന്തഃസത്ത നാം എല്ലാവരും ഉയർത്തിപ്പിടിക്കണമെന്ന് വിനോദ് തേനംപറമ്പിൽ പറഞ്ഞു. ബി ഡി എഡിസൺ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ എം ജെ സിജു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ആര്യ ശരത്ത്, ബാബു തോമസ്, സജി താണിക്കൽ, ഷൈജു കുര്യൻ, കുര്യാക്കോസ് ഫിലിപ്പ്, സജി ആൻഡ്രൂസ്, സുഗതകുമാർ, ജയപ്രകാശ് പാലായിൽ, ചാക്കോ കാലായിൽ, ഷിബു പോൾ, ഷാജി പീറ്റർ, രതീഷ്, ലീജ ബിനു, ബാബു പതിപ്പറമ്പിൽ, ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പതാക ഉയർത്തിയതിനു ശേഷം മധുരം വിതരണം ചെയ്തു. जनगणमन अधिनायक जय हे पंजाब सिंध गुजरात मराठा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तब शुभ आशीष माहे എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവം പെരുമാറുകയും ചെയ്യും. ഞാൻ എന്റെ നാടിനോടും എന്റെ നാട്ടുകാരോടും സേവനനിരതനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് എന്റെ ആനന്ദം. കന്യാകുമാരി വരെയും ഗോഹാട്ടി മുതൽ ചൗപ്പാട്ടി വരെയും ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതിൻ്റെ സർവ പ്രൗഢിയും ഏറ്റെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യ ദിനം ഇന്ന് നമ്മൾ കൊണ്ടാടുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് യൂണിയന്റെ പതാക, ജാക്ക് പതാക വലിച്ചു താഴ്ത്തിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മളോട് ഒരു വാക്ക് പറഞ്ഞു. നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിരുന്നു. ആ അവസരമാണിപ്പോൾ സംജാതമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, हमने नियति से एक मुलाकात का अवसर पूछता था या मांगता था, वो अवसर अब आ गया है. अभी इस दुनिया के सब देश सो रहे हैं और भारत जाग रहे हैं स्वतंत्रता की ओर. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് എന്നുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് 1947 മുതലുള്ള ഇന്നുവരെയുള്ള കാലഘട്ടം മുഴുവൻ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയത്. ആ കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമെല്ലാം ഇന്ത്യയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അർദ്ധനഗ്നനായ ഫക്കീർ എന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1947 നമുക്ക് ലഭിച്ചത് ഈ ലോകത്ത് മറ്റെവിടെയും കാണാത്ത സ്വാതന്ത്ര്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ അക്രമങ്ങൾ അഴിച്ചുവിടേണ്ടി വന്നപ്പോൾ ഇന്ത്യ സമാധാനത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാനാവില്ല.